ഹായ് എവരി വൺ, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കോളിഫ്ലവർ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഈ കോളിഫ്ലവർ കറി ഉണ്ടാക്കാം. ഇത് ചപ്പാത്തിക്ക് നല്ല ബെസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായതിനു ശേഷം നമ്മൾക്കിതിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാനിവിടെ നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് ചേർത്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമ്മൾക്ക് ഇതിലേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നീളത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾക്കതൊന്ന് ആഡ് ചെയ്യാം. ഇനി എരിവിന് ഞാൻ കുരുമുളക് പൊടി കൂടി ചേർക്കും. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും പിന്നെ പച്ചമുളകും നോക്കിയിട്ട് ചേർക്കുക. ഇനി അടുത്തത് ഉള്ളിയാണ്. ഉള്ളി ഞാനിവിടെ 3 വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ സ്ക്വയർ കട്ടായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കൂടുതൽ സമയമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. കുറച്ച് സമയം ഇതിൻ്റെ ഒരു പച്ചച്ചുവ മാറുന്നത് വരെ നമ്മൾക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായി ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു ചെറിയ സൈസുള്ള ഒരു ക്യാപ്സിക്കം ഞാൻ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അതും ഒരു സ്ക്വയർ കട്ട് പോലെയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അത് ചേർത്തതിന് ശേഷം നമ്മൾക്കിനി കോളിഫ്ലവറാണ് ആഡ് ചെയ്യാനുള്ളത്. കോളിഫ്ലവർ ഉപയോഗിക്കുന്നതിന് മുമ്പേ നല്ല ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഉപയോഗിക്കുക. അത് ചേർത്തതിന് ശേഷം നമ്മൾക്കിനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം നമുക്ക് വഴറ്റി കൊടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിത് കുറച്ച് സമയം വഴറ്റാവുന്നതാണ്. അങ്ങനെ കുറച്ച് സമയം കോളിഫ്ലവർ വഴറ്റിയതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് ചേർത്തതിന് ശേഷം നമ്മൾക്ക് ടൊമാറ്റോ സോസ് കൂടി ചേർത്തെടുക്കാം. അത് ഞാൻ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾക്ക് കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഈ കറിക്ക് കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാവുന്നതാണ്. സാധാരണ ഞാൻ ഇങ്ങനെ കറിയാക്കുമ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്ന കോളിഫ്ലവർ, ക്യാപ്സിക്കം ഇതൊന്നും കൂടുതലായിട്ട് വേവിച്ചെടുക്കാറില്ല. അപ്പോൾ ഈ പീസുകളൊക്കെ കുറച്ച് ക്രിസ്പായിട്ടിരിക്കും. അങ്ങനെയാണ് ഞാൻ സാധാരണ എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന പീസസുകൾ കൂടുതലായിട്ട് വെന്ത് വരണമെങ്കിൽ നിങ്ങൾ കൂടുതൽ സമയം തിളയ്ക്കാൻ വെക്കേണ്ടി വരും. ഞാൻ ഇനി ഇവിടെ വളരെ കുറച്ച് സമയം മാത്രമേ തിളയ്ക്കാൻ വെക്കുന്നുള്ളൂ. ഇനി ഈ കറി കുറച്ച് സമയം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് തിളക്കാൻ വെക്കാം. അപ്പോഴേക്കും നമ്മൾക്ക് ഇതിന് വേണ്ടുന്ന കോൺഫ്ലവർ വെള്ളത്തിൽ കലർത്തി എടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് എടുക്കുന്നത്. ഇത് നമ്മൾക്ക് കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കോൺഫ്ലവർ ചേർത്തിരിക്കുന്ന വെള്ളം നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കറി നല്ല തിക്കായിട്ടിരിക്കും. ഇനി നമ്മൾക്ക് ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ, അതായത് നമ്മൾ ഉള്ളിത്തണ്ടില്ലേ, അത് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കറി ഇവിടെ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിപ്പോൾ കറി ഓഫ് ചെയ്തു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.
പുതിയ റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്